السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه الشرفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم ظلموا أنفسهم جاءوك واستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. وقال رسول الله صلى الله عليه وسلم: إن الإيمان لا يهرز إلى المدينة كما تهرز الحية إلى جحرها. അഭിമന്യരായ ഉസ്താദുമാർ, സ്നേഹമിത്രങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എപ്പോഴും നമ്മുടെ ദർസിന്റെ ഓരോ കാര്യത്തിൽ ഒരു കുടുംബം പോലെ സഹകരിച്ച് നമ്മോടൊപ്പം ഉണ്ടാകുന്ന അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം ഷാഫി അക്കാദമി അതിന്റെ കീഴിലായി നടത്തപ്പെടുന്ന നബിദിന പ്രോഗ്രാമിലാണ് നാം എല്ലാവരും ഉള്ളത്. ലോകത്ത് ഖൽബിൽ ഈമാനുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള മുഅ്മിനീങ്ങൾ എവിടെല്ലാമുണ്ടോ അവിടങ്ങളിലെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നബിദിന പരിപാടികൾ, മൗലിദ് സദസ്സുകൾ, സ്വലാത്ത് മജ്ലിസുകൾ നമുക്ക് എമ്പാടും കാണാൻ കഴിയും. ലോകത്ത് പല നേതാക്കന്മാരും ചിന്തകന്മാരും ബുദ്ധിജീവികളെന്നറിയപ്പെടുന്നവരും വലിയ വലിയ ദേശാഭിമാനികൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും തികച്ചും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതൊരു അവകാശവാദമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളെടുത്ത് പരിധി നോക്കിയാലും ഒരു തുല്യതയില്ലാത്ത, സമാനതയില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റുള്ള നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബപരമായി, ഗോത്രപരമായി, എന്തിനേറെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് പൂജാതരായ സമയം മുതൽ അല്ലാതിന്റെ മുമ്പ് തന്നെ ലോകമുണ്ടാകാൻ കാരണക്കാരനായ ഹബീബുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയമെടുത്താലും അതിന് പ്രത്യേകത കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുഅ്മിനായ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ, അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കുക, അവിടുത്തെ മജ്‌ലിസുമായി പങ്കെടുക്കുക. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയതായ മഹത്വം. നമുക്കറിയാം അബൂനാബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അമ്പിയാക്കളെ മാറ്റിവെച്ചാൽ പിന്നീട് ലോകത്തെ ഏറ്റവും സ്ഥാനമുള്ളവർ മഹാന്മാരായ സ്വഹാബത്താണ്. എന്തുകൊണ്ട് സ്വഹാബത്തിന് ഇത്ര സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞു? യഥാർത്ഥത്തിൽ സ്വഹാബാക്കൾ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്ന് മരണപ്പെട്ടവരുണ്ട്, കുറഞ്ഞ കാലം ജീവിച്ചവരുണ്ട്. അവരൊക്കെ കൂടുതൽ കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതുകൊണ്ടോ, കൂടുതൽ നിസ്കരിച്ചത് കൊണ്ടോ, നോമ്പെടുത്തത് കൊണ്ടോ, ഹജ്ജ് ചെയ്തതുകൊണ്ടോ ഒരിക്കലുമല്ല അവർ ആ സ്ഥാനം അലങ്കരിക്കാനുണ്ടായത്. അവർക്ക് ആ സ്ഥാനം ലഭിച്ചതിന്റെ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവർ ബന്ധം, ആ മജ്‌ലിസുമായി ബന്ധപ്പെട്ടു, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടു എന്നതിന്റെ കാരണം കൊണ്ടാണ് സ്വഹാബത്തിന്റെ സ്വഹാബി എന്ന പദവി കിട്ടാനുണ്ടായത്. ആ സ്ഥാനം ലോകത്ത് വേറൊരാൾക്കും കിട്ടാത്ത സ്ഥാനമാണ്. എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര വലിയ ഖുതുബായാലും സ്വഹാബത്തിന്റെ മർത്തബയിലേക്ക് ഒരാളും എത്തുകയില്ല. അത് എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധമാണ്, കണക്ഷനാണ്. അവിടുന്നേക്ക് എടുത്തു നോക്കുമ്പോൾ അവിടുമായി ബന്ധപ്പെട്ട് ഏതേത് വിഷയം എടുത്തു നോക്കിയാലും ആ പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് ഭോജാതരായ സമയം മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുന്ന് പഠിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് ഭോജാതരായ സമയമാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാളും ഏറ്റവും മഹത്തമായ മഹോന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന സമയം ഏതാണ്? അതേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തേക്ക് പൂജാതരായ സമയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ എടുത്തിനെടുത്ത് വിശദീകരിക്കുന്നതായി കാണാം. മഹാനായ ഇബ്നു ഹജർ, മഹാനായ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മവാഹിബുൽ ജലിയ, മവാഹിബുൽ ദുനിയയിൽ വളരെ വിപുലമായി കൊണ്ട് തന്നെ ഈ വിഷയം പ്രതിപാദിക്കുന്നതായി കാണാൻ കഴിയും. മഹാനവറുകൾ പറയുന്ന 2-3 കാരണങ്ങളാണ് എന്തുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനേക്കാൾ സ്ഥാനം ഞാൻ പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പൂജാതരായ സമയം ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതിനുള്ള കാരണം മഹാന്മാർ പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയതായ ഒരു ഗിഫ്റ്റായിരുന്നു. നമുക്കറിയാം, നാം ആർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ഗിഫ്റ്റിനല്ല ബഹുമാനമുള്ളത്. ഗിഫ്റ്റ് നൽകപ്പെടുന്ന വ്യക്തി ആരാണോ അതിനനുസരിച്ച് ഗിഫ്റ്റിന് പ്രസന്റേഷന്റെ സ്ഥാനം കൂടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു ഗിഫ്റ്റായിരുന്നു ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. അപ്പോൾ ലൈലത്തുൽ ഖദ്റിനേക്കാളും സ്ഥാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. രണ്ടാമതായി കാരണം പറയുന്നത് ലൈലത്തുൽ ഖദ്റിന് മലായികത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ.
ശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മലായികത്തുകൾ ഇറങ്ങും. വറൂഹു ഫീഹാ, ആ ദിവസത്തിൽ റൂഹ് ഇറങ്ങും. മഹാന്മാരായ മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിച്ചത് റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നാണ്. എന്നാൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും എത്രയോ വലിയ മഹത്വം കൈവരിച്ച മഹൽ വ്യക്തിത്വമാണ് മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിറാജിന്റെ രാത്രി സംഭവം ഹദീസിന്റെ കിതാബുകളിലും ചരിത്ര കിതാബുകളിലൊക്കെ നമ്മൾ ഓതിയതും വായിച്ചതുമാണ്. ബുറാഖുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടാൻ വേണ്ടി, റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരികയും അങ്ങനെ കഅബ ശരീഫിൽ നിന്ന് ബൈത്തുൽ മഖദ്ദിസിലേക്ക് പോവുകയും അവിടുന്ന് ആകാശങ്ങളിലേക്ക് സിദ്റത്തുൽ മുൻതഹയിലേക്കും പോയി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. മഹാനായ ഉമർ ഖാദി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. تقدم يا حبيبي لا تخف أبصر تناجي ربك القيوم صلوا عليه وسلموا تسليما. നിങ്ങളോട് കൂടെ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വരാനുള്ള സാഹചര്യമില്ല. തങ്ങൾ സ്വന്തമായി റബ്ബിന്റെ ഹദ്റത്തിലേക്ക് പോകണമെന്നും അതിൽ സന്തോഷിക്കണമെന്നും അബ്സിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, റബ്ബിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടനാകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നിർദ്ദേശം കൊടുക്കുകയാണ്. എന്തായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പോലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിപ്പെടുന്നു. റസൂലുള്ളാഹിന്റെ പ്രകൃതി അതാണല്ലോ. നമ്മൾ കണ്ടില്ലേ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ തന്നെ അവിടെ കൈഫ കാന ബദു വഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ തന്നെ കൊണ്ടുവന്നതായി കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് വഹി വരുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അവസ്ഥകൾ മാറ്റം വരുന്നു. നെറ്റിത്തടം വിയർക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലിയ തണുപ്പുള്ള ദിവസങ്ങളിലും റസൂലുള്ളാഹിന്റെ മുന്നിൽ വഹി വരുന്ന സമയത്ത് റസൂലുള്ളാഹി വിയർക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ജനങ്ങളുമായുള്ള അവസ്ഥയിൽ നിന്ന് മലാക്കന്മാരിലേക്ക് മലായികത്തുമായി സംവദിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി ഉയരുന്നു. പോരാ, മലായികത്തീങ്ങളെയും കൊണ്ട് റസൂലുള്ളാഹി അല്ലാഹുമായുള്ള മുനാജാത്തിന്റെ അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ ഉയർന്ന പദവിയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമതായി കാരണങ്ങൾ പറഞ്ഞതായി കാണാം. ലൈലത്തുൽ ഖദർ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രദാനം ചെയ്ത പ്രത്യേകമായിട്ടുള്ളതാണ്. ഉമ്മത്ത് മുഹമ്മദിയക്കാണ് ലൈലത്തുൽ ഖദർ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. മറ്റുള്ള അമ്പിയാക്കളുടെ സമൂഹങ്ങളൊക്കെ എത്രയോ വർഷക്കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് വളരെ കുറഞ്ഞ ആയുസ്സുകൾ മാത്രമാണുള്ളത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 70 വ 70. എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60ന്റെയും 70ന്റെയും ഇടയിലാണ് അധികവും എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആയുസ് കുറഞ്ഞ നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ വക്കൽ ഒരു ഓഫർ ആയിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് കിട്ടിയ ഒന്നാണ് ഇസ്രാ എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അത് ഉമ്മത്ത് മുഹമ്മദിയക്ക് വേണ്ടിയാണെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അനുഗ്രഹമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും സമാധാനമായിട്ടല്ലാതെ അനുഗ്രഹമായിട്ടല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ ഉണ്ടായ ദിവസം പ്രത്യേകതയുള്ളതാണെങ്കിലും
അതിനേക്കാളും അതിനൊക്കെ കാരണക്കാരനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് പൂജാതരായ സമയമാണ് ഏറ്റവും മഹത്വമുള്ള സമയമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധമുള്ള ഏതേത് വിഷയമുണ്ടോ എന്തെടുത്ത് നോക്കിയാലും റസൂലുള്ളാഹിയിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ പവർ കൂടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഏത് മേഖലയെടുത്ത് നോക്കിയാലും അവിടുത്തെ ഉമ്മത്ത് ഖൈറുൽ ഉമ്മയാണ്. എല്ലാ സമൂഹത്തിനേക്കാളും എല്ലാ ഉമ്മത്തിനേക്കാളും ഉന്നതമായ സ്ഥാനം കൈവരിക്കുന്നത് റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. പണ്ഡിതന്മാരെ ചർച്ചയിൽ കാണാം, മക്കക്കാണോ സ്ഥാനം മദീനക്കാണോ സ്ഥാനം എന്ന്. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ രണ്ടഭിപ്രായക്കാരാണെങ്കിലും അതിന്റെ യഥാർത്ഥ ആശയത്തിലേക്ക് നാം ഇറങ്ങി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദീനക്കുള്ള സ്ഥാനം മക്കക്കുള്ള സ്ഥാനം രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഒന്ന് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച നാടിനാണോ സ്ഥാനമുള്ളത്, അതല്ല വഫാത്തായി കിടക്കുന്ന നാട്ടിനാണോ സ്ഥാനമുള്ളത് എന്നതിൽ പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ടെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ലോകത്ത് ഏറ്റവും അധികം ഭൂമിയിൽ വെച്ച് ഏറ്റവും മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് അത് മദീനയിലാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഫുമായി തട്ടി നിൽക്കുന്ന സ്ഥലത്തിനാണ് ഏറ്റവും വലിയ സ്ഥാനം എന്ന് അജ്മഉ അല അന്ന മൗദി അല്ലദി ضم أعضاءه الشريفة أفضل البقاء الأرض حتى موضع الكعبة كما قالوا ابن عساكر മാത്രമല്ല വൽബാജി വൽഖാദി ഹിയാദ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജസദെ ശരീഫുമായി തട്ടി നിൽക്കുന്ന സ്ഥലം അത് ഭൂലോകത്ത് വെച്ച് ഭൂമി ലോകത്ത് വെച്ച് എല്ലാ ഹറസിനേക്കാളും ലോകത്തുള്ള സർവ്വ സ്ഥലത്തിനേക്കാളും സർവ്വ ആലമിനേക്കാളും മഹത്വമുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജസദെ ശരീഫുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മേഖലകളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം സമയങ്ങളുണ്ടോ, സന്ദർഭങ്ങളുണ്ടോ, അതിനൊക്കെയും ലോകത്തെ ഏറ്റവും വലിയ മഹത്തരമായ സ്ഥാനമാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് സർവ്വ ആളുകളെക്കാളും എല്ലാവരെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹോന്നതനാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത്. മാത്രമല്ല നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അല്ലാഹുവിന്റെ റസൂലുമായിട്ടുള്ള മുജാവറത്ത്, റസൂലുള്ളാഹിയുമായുള്ള മജ്ലിസ് ബന്ധം. ആ ബന്ധം കിട്ടിയവരാണ് സഹാബാക്കൾ. അതിന് ഭാഗ്യം കിട്ടാത്തവരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു തആല അവിടത്തേക്ക് ബന്ധപ്പെടാനും അവിടത്തേക്ക് ബന്ധം സ്ഥാപിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹിയുടെ മദീന ലോകത്തെ ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥലമാണ് മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചില്ലേ, ഇന്നൽ ഈമാന ലയഹ്രിസു ഇലൽ മദീന കമാ തഹ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഈമാൻ മദീനയിലേക്ക് അഭയം പ്രാപിക്കുന്നതാണ്, മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ഏതുപോലെ കമാ തഹ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത് പോലെ ഈമാനുള്ള ഖൽബുകൾ മദീനയിലേക്ക് അഭയം പ്രാപിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കൊക്കെ സമാധാനിക്കാം. അല്ലാഹു തആല അവിടെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, വലു അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആരെങ്കിലും തെറ്റുകൾ ചെയ്ത ദോഷികളായ ആളുകൾ, നമ്മളെ പോലുള്ള ആളുകൾക്ക് അല്ലാഹു തആല വെച്ചൊരു ഓഫറാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലുകയും ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അല്ലാഹുവിനോട് റസൂലുള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ട് അവലാതി വലിപ്പിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. റസൂലുള്ളാഹിനെ തൗബ സ്വീകരിക്കുന്നവൻ അല്ലാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനായിട്ടും റഹ്മത്ത് ചെയ്യുന്നവനായും എത്തിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. നമുക്കൊക്കെ ഉള്ളൊരു ഓഫറാണ്. അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തി തിരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ സാറ ഖബരി വജബത ലഹു ശഫാഅതി വമൻ സാറനി ഫീ ബഅദ മൗതി അന്നമാ സാറനി ഫീ
ആരെങ്കിലും എന്റെ മരണശേഷം എന്നെ സിയാറത്ത് ചെയ്താൽ, ആരെങ്കിലും എന്റെ ഖബറിൽ വന്നാൽ അവൻക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ഹദ്റത്തിൽ എത്താനും ഖൽബ് കൊണ്ട് എത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്തലാണ്, അവിടുത്തെ പഠിപ്പിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരലാണ്. ഓ മുതഅല്ലിമീങ്ങളെ, നമ്മുടെ അവിടുത്തെ പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എങ്കിൽ ഞാൻ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നവനാണ്. എല്ലാം നമ്മുടെ വായ കൊണ്ട് പറയുക എന്നല്ലാതെ ആ ഖൽബിലേക്ക് ആ ഇഷ്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹുവിനെ നമ്മുടെ ഉമ്മമാരും ഉസ്താദുമാരും മശായിഖന്മാരും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ ബന്ധപ്പെട്ടവർ നമ്മളെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തിരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സഹകരിച്ചവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം ഇന്നത്തെ ഭക്ഷണം നമ്മുടെ അസീംഗയുടെ ജ്യേഷ്ഠന്റെ മകളാണ്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ആ മകളുടെ എല്ലാ ഖൈറായ ഉദ്ദേശവും നീ പൂർത്തിയാക്കണം റഹ്മാനെ. കുടുംബത്തിൽ റാഹത്ത് സലാമത്ത് നിലനിർത്തണം റഹ്മാനെ. ആ കുടുംബങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഇന്നത്തെ പായസം തന്നത് അസീംഗയാണ്, അതുണ്ടാക്കിയത് പാകം ചെയ്തത് നമ്മളെ ജലാലാണ്. കഴിഞ്ഞ റബീഉൽ അവ്വലിലും റബീഉൽ അവ്വലിലൊക്കെ നമുക്ക് കറി ഉണ്ടാക്കി തന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, കുടുംബത്തിൽ ഖൈർ ബറക്കത്ത് നിലനിർത്തുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾക്ക് പച്ചക്കറികളൊക്കെ തരുന്നത്, ഇതുവരെ ഇവിടെ സ്ഥാപനം തുടങ്ങിയത് മുതൽക്ക് പച്ചക്കറി തരുന്നത് നമ്മുടെ ഹനീഫ്കയാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. കച്ചവടത്തിൽ ഖൈർ ബറക്കത്ത് അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഭാര്യയുടെ അസുഖം അല്ലാഹു തീർത്തും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മുമ്പുള്ള അവസ്ഥ അതിനേക്കാൾ റാഹത്ത് അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ഉപ്പ ഉമ്മ സഹോദരൻ നമ്മുടെ എല്ലാ പരിപാടികളും ഒക്കെ സഹായിച്ചിരുന്ന ആ സഹോദരനായിരുന്നു. അല്ലാഹുവേ നിന്റെ സന്തോഷം അവരുടെ അർവാഹിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. അവരുടെ എല്ലാ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ എല്ലാ സലാത്തുകളും വിട്ടുപുറത്ത് മാഫാക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ അസൻകയുടെ അമോചൻ മരണപ്പെട്ട ആണ്ടിന്റെ ദിവസമാണ്, മാസമാണ്. അല്ലാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, പ്രാസ്ഥാനിക കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അല്ലാഹു അവർക്കൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമുക്ക് ക്യാൻറ്റീനിലേക്ക് ആവശ്യമായിരിക്കുന്ന ഓരോ സാധനങ്ങളെ അയച്ചു തരുന്ന നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ അല്ലാഹു അവർക്കൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. അവരെല്ലാ കടങ്ങളും അല്ലാഹു വീട്ടുമാറാകട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ അല്ലാഹു തുറക്കുമാറാകട്ടെ. എല്ലാ മേഖലയിലും അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹ് അല്ലാഹു. അതുപോലെ ചായ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തരുന്ന മുഹമ്മദ് ഹാജി ഭാര്യ ഉമ്മ അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. കുടുംബത്തിൽ ഖൈർ ബറക്കത്ത് അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അങ്ങനെ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ നമ്മളുമായി സഹകരിക്കുന്നുണ്ടോ അവർക്കൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.